എൻ്റെ തല വെട്ടി മാറ്റി വെച്ചാലും ഞാൻ രേണുസുതിയുടെ പേര് പറയാൻ പോകുന്നില്ല. ജയിൽ നോമിനേഷനിൽ വൻ കോമഡി നടക്കുകയാണ്. ലൈവിൽ ജയിൽ നോമിനേഷനാണ് നടക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അവസാനം അക്ബറിൻ്റെ ഊഴം വരുന്നു. അക്ബറിൻ്റെ ഊഴം വന്നപ്പം ആദ്യം തന്നെ അക്ബർ പറയാണ്, എന്ത് ചെയ്താലും എൻ്റെ തല വെട്ടി മാറ്റിയാലും ഞാൻ രേണുവിൻ്റെ പേര് എന്തായാലും പറയാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകണം, എന്നാലും ഞാൻ പറയില്ല എന്ന് ആദ്യം തന്നെ അക്ബർ അങ്ങ് പറയുകയാണ്. അപ്പം തന്നെ രേണുവിൻ്റെ ഒരു ചമ്മിയ മുഖമാണ്. എന്താ ചിരിക്കണോ അതെയോ ചിരിക്കാൻ വരുന്നുണ്ട്, പക്ഷെ ചിരിക്കുന്നില്ല. ആ ചിരി അങ്ങ് ഒതുക്കി പിടിച്ചിട്ടുള്ളൊരു ചിരിയാണ് രേണുവിൻ്റെ അന്തരം. എല്ലാവരും തന്നെ പൊട്ടിച്ചിരിച്ചു. അതിൻ്റെ കാരണം നമുക്കറിയാലോ. ഈ ഒരാഴ്ച അക്ബർ രേണുവിനെ കൺവിൻസ് ചെയ്ത് സോറി പറയിപ്പിക്കുക എന്ന അക്ബറിന് ലാലേട്ടൻ കൊടുത്തൊരു ടാസ്ക്കാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജയിലിലേക്ക് രേണുവിനെ നോമിനേറ്റ് ചെയ്യാത്തത്. കാര്യം കഴിഞ്ഞ മിഡ് വീക്ക് എവിക്ഷനിലേക്ക് രേണുവിനെ നോമിനേറ്റ് ചെയ്തതിൻ്റെ കലിപ്പ് ഇപ്പോഴും രേണുവിൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അക്ബറിനോട് ക്ഷമിക്കില്ല എന്ന് ക്യാമറയെ നോക്കി 4 നേരവും രേണു സുധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അക്ബർ ഇപ്പോൾ ഈ ഒരു ഡയലോഗ് അടിച്ചത്, എൻ്റെ തല വെട്ടി മാറ്റിയാലും ഞാൻ രേണുവിൻ്റെ പേര് പറയാൻ പോകുന്നില്ല എന്ന്. അവസാനം അക്ബർ നിവിൻ്റെയും അനുമോളുടെയും പേര് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നു. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.